ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന്. ബൈബിളിൽ പറയുന്നു, മദ്യപാനി ദൈവരാജ്യത്തിന് അവകാശിയല്ല എന്ന്. ഖുർആനിൽ പറയുന്നുണ്ട്, മദ്യം തിന്മയല്ല, അത് തിന്മകളുടെ മാതാവാണ് എന്ന്. ശരിയാണ്. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ മദ്യം തിന്മയല്ല എന്നതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിതാണ്, മദ്യവും മയക്കുമരുന്നും തിന്മയല്ല, തിന്മകളുടെ മാതാവാണ്. ഇതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു കഥ കൂടി കേൾക്കണം. ഒരു വ്യക്തിയെ ഒരു രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് ആ രാജാവ് പറഞ്ഞു, ഞാൻ പറയുന്ന 4 കാര്യങ്ങൾ നീ ചെയ്തില്ലെങ്കിൽ നിന്നെ വധിക്കും എന്ന്. ഈ 4 കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ വെച്ച് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിലൊന്നാമത്തെ കാര്യം വിഗ്രഹ ആരാധനയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാമത് പറഞ്ഞത് ഹിതമല്ലാത്ത ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ്. അതും അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം സാധ്യമല്ല, അതും അദ്ദേഹം ചെയ്തില്ല. മൂന്നാമത് പറഞ്ഞത് ഒരു വ്യക്തിയെ വധിക്കണം എന്നുള്ളതാണ്. അതും ഇദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം തെറ്റാണ്, അദ്ദേഹം അതും ചെയ്തില്ല. 4ാമത് പറഞ്ഞ കാര്യം നീ മദ്യപിക്കണം എന്നുള്ളതാണ്. തൻ്റെ വിശ്വാസപ്രകാരം അത് തെറ്റാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ 4 കാര്യങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം മദ്യപാനമാണ് എന്ന് തോന്നുകയും അദ്ദേഹം മദ്യപിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഈ പറഞ്ഞ 3 കാര്യങ്ങളും ചെയ്തു. ഇതാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ. മദ്യവും മയക്കുമരുന്നും അത് തിന്മയല്ല, തിന്മകളുടെ മാതാവാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്നതും ഇത് തന്നെയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പുറകെ പോയി ബന്ധങ്ങളും സ്വന്തങ്ങളും കൂട്ടും സമൂഹവും നാടും മറന്ന്, തൻ്റെ നിലമറന്ന് പ്രവർത്തിക്കുമ്പോൾ അത് തിന്മയല്ല, തിന്മകളുടെ മാതാവായി നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർക്കുമല്ലോ. അതുകൊണ്ട് ലഹരി എന്നുള്ളത് നമ്മുടെ ജീവിതമായിരിക്കണം, നമ്മളോടുള്ള സ്നേഹമായിരിക്കണം, നമ്മുടെ കുടുംബമായിരിക്കണം. ജീവിതമാണ് ലഹരി, ജീവിതമായിരിക്കണം ലഹരി.